Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് ഫിഫ്ത്ത് സെമിസ്റ്ററിലെ മേജർ പേപ്പേഴ്സിൻ്റെ ഓവർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഈ സെമിസ്റ്ററിൽ ഏതൊക്കെയാണ് മേജർ പേപ്പേഴ്സ് വരുന്നതെന്നും ആ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചറും അതിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിലെ പോലെ തന്നെ 3 മേജർ പേപ്പേഴ്സാണ് ഈ ഒരു സെമിസ്റ്ററിലും വരുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് ഫിലിം സ്റ്റഡീസ്, ഫൗണ്ടേഷൻസ് ഓഫ് ലിറ്റററി തിയറി, ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്നിങ്ങനെയാണ് നമ്മുടെ 3 മേജർ പേപ്പേഴ്സ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് സവിശേഷതയുള്ളത് ഈ സെമിസ്റ്ററിൽ നമുക്ക് 3 പേപ്പറും തിയറി പേപ്പേഴ്സ് ആണ്. അതായത് നമുക്ക് സ്റ്റോറി ആയിട്ടോ പോയമായിട്ടോ ഒന്നും നമുക്ക് ഈ ഒരു സെമിസ്റ്ററിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ഫണ്ടമെന്റൽസ് ഓഫ് ഫിലിം സ്റ്റഡീസ് എന്നുള്ള പേപ്പറിനകത്ത് നമുക്ക് കുറച്ച് സിനിമകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ സിനിമ കാണാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരിക്കും. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറി ആയിട്ടും പോയമായിട്ടും നമുക്കൊന്നും ഉണ്ടാവില്ല. ഫുൾ തിയറി ബേസ്ഡ് ആയിട്ട് ഉള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് ബാക്കി പേപ്പേഴ്സിലൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് ഓരോ പേപ്പേഴ്സിൻ്റെയും ഒരു സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഫിലിം സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് സിനിമയുടെ ഒരു ഹിസ്റ്ററിയും എവല്യൂഷനും, അതായത് സിനിമ എങ്ങനെ ഉണ്ടായി, ആദ്യകാല സിനിമ എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ. പിന്നെ ജേണേഴ്സ്, അതായത് പല ടൈപ്പിലുള്ള സിനിമകൾ നമുക്കറിയാം. റൊമാൻറ്റിക്, അതുപോലെ തന്നെ ത്രില്ലർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പല ടൈപ്സ് ഓഫ് സിനിമകളെ കുറിച്ചിട്ട്. അതിൽ തന്നെ ഡോക്യുമെൻ്ററി, അതുപോലെ തന്നെ ഫീച്ചർ ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് ഫിലിം മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാനമായിട്ടുള്ള കുറച്ച് ഫിലിം മേക്കേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ആ ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്ക് തിയറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൊണ്ടാഷ് തിയറി, അപ്പാരറ്റസ് തിയറി എന്നൊക്കെ പേരിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറീസും നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ചാപ്റ്റേഴ്സ് കുറവാണ്, എങ്കിലും അത് തിയറി തന്നെയാണുള്ളത്. എസ്സൈസ് ആൻഡ് ഇന്റർവ്യൂസ് ഓഫ് ഫിലിം മേക്കേഴ്സ്, കുറച്ച് പ്രൊമിനന്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിന്റെ എസ്സൈസും അവരുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്നത്. മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 നമുക്ക് സിനിമകൾ തന്നെയാണ് വരുന്നത്. നമ്മൾ ആ സിനിമകൾ കണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആൻസർ ചെയ്യേണ്ടി വരിക. അതിൽ സ്റ്റോറി, പ്ലോട്ട്, അതിൽ മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് തുടങ്ങിയിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മൊഡ്യൂൾ 3 നമുക്ക് വേൾഡ് സിനിമയാണ്. കാപ്പർനൗം, സിനിമ പരാഡിസോ, ഐ ഡാനിയൽ ബ്ലേക്ക് എന്നിങ്ങനെ 3 വിദേശ സിനിമകളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ സിലബസിൽ വരുന്നത്. ഇനി 4th മൊഡ്യൂൾ നമുക്ക് ഇന്ത്യൻ സിനിമയാണ് വരുന്നത്. അതിൽ ആദാമിൻ്റെ വാരിയല്, മസാൻ, ഫാൻഡ്ര എന്നിങ്ങനെ 3 ഇന്ത്യൻ സിനിമകളാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സിനിമ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ സ്റ്റോറി, പ്ലോട്ട്, അതിൽ മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ഫിലിം സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു പേപ്പറിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. അടുത്ത പേപ്പർ ഫൗണ്ടേഷൻസ് ഓഫ് ലിറ്റററി തിയറിയാണ്. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ ഉണ്ടായിരുന്ന ലിറ്റററി ക്രിറ്റിസിസം പേപ്പറുമായിട്ട് കുറച്ച് സിമിലാരിറ്റി നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു പേപ്പറിൽ ഉണ്ടായതുപോലെ തന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആണ്. ലിറ്ററേച്ചറിന്റെ വിവിധ പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണുന്ന തിയറീസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് സ്ട്രക്ചറലിസം, ഫോർമലിസം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിറ്ററേച്ചറിന്റെ വിവിധ പെർസ്പെക്റ്റീവിലൂടെ നോക്കി കാണുന്നതാണ്. ഇത് കുറച്ച് തിയറിറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് നമുക്ക് വരുന്നത്. അതിൽ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആസ് എ സിസ്റ്റം ഓഫ് സയൻസ്. അതായത് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ തന്നെ ആദ്യം എടുത്ത് പഠിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി, അത് ലാംഗ്വേജിനകത്ത് എങ്ങനെ മീനിങ് ഉണ്ടാവുന്നു, ലാംഗ്വേജ് ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാണുക. പിന്നെ നമുക്ക് ലാംഗ്വേജും റിയാലിറ്റിയും തമ്മിലൊരു ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള തിയറീസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നത് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചിന്തകളെ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ റിയാലിറ്റിയും ലാംഗ്വേജും തമ്മിലൊരു ബന്ധം തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് അവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറിറ്റിക്കൽ ആയിട്ടൊരു പേപ്പറാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇത്തരത്തിലുള്ള തിയറീസ് ഒക്കെയാണ് നമുക്ക് പരിചയപ്പെടേണ്ടി വരുന്നത്. അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സൈക്കോ അനാലിസിസ് ആൻഡ് ഫിനോമിനോളജി ആണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അതിനകത്ത് ഈ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ഫ്രോയിഡിൻ്റെ ഈഗോയുമായിട്ട് ബന്ധപ്പെട്ട തിയറി, ലാക്കാൻ്റെ സിംബോളിക്, റിയൽ തുടങ്ങിയിട്ടുള്ള തിയറികൾ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിറ്ററേച്ചറും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് മാർക്സിസവും ഫെമിനിസവും ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന കൺസെപ്റ്റ് മാർക്സിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസ്, സൂപ്പർ സ്ട്രക്ചർ തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ, അന്റോണിയോ ഗ്രാംഷിയുടെ കൾച്ചറൽ ഹെജിമണി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, പിന്നെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിനകത്ത് വരുന്ന ജെൻഡർ പാട്രിയാർക്കി, നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ ഉണ്ടായിരുന്ന ജെൻഡർ പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ പരിചയപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പിന്നെ എക്രിച്ചർ ഫെമിനിൻ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട തിയറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്.
ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പോസ്റ്റ് സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് കൊളോണിയലിസം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസ്കോഴ്സ് പവർ, അതായത് ലാംഗ്വേജിനകത്ത് വരുന്ന ബയാസുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കൾച്ചറൽ ഇമ്പീരിയലിസം, എത്നോസെൻട്രിസം തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് വരുന്നത്. അതായത് നമുക്ക് കൊളോണിയൽ കൺസെപ്റ്റ് നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കകത്തേക്ക് ഇംഗ്ലീഷ് കടന്നു വന്നത് ഈ ഒരു കൊളോണിയലിസത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം, അതൊക്കെയാണ് പോസ്റ്റ് കൊളോണിയലിസത്തിൽ വരുന്നത്. പിന്നെ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എഴുതുന്ന ആളുകൾ, അവരുടെ തിയറികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ സ്ട്രക്ചറലിസം പറഞ്ഞു പോയിരുന്നു, അതിൻ്റെ ഒരു റിയാക്ഷൻ, അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിയറികളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. ഇനി തേർഡ് പേപ്പർ നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്നൊരു പേപ്പറാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രാമർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ലാംഗ്വേജിന്റെ ഹിസ്റ്ററി, ലാംഗ്വേജ് ടൈപ്സ്, ലാംഗ്വേജ് ഫാമിലീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ലാംഗ്വേജിന്റെ ഒരു ഹിസ്റ്ററി, ലാംഗ്വേജ് ഉണ്ടായ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ ലാംഗ്വേജിന്റെ ടൈപ്സ് നമുക്കറിയാം, സൈൻ ലാംഗ്വേജ്, സ്പീക്കിംഗ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന പോലുള്ള വിവിധ ടൈപ്പ് ലാംഗ്വേജുകൾ. അതുകൂടാതെ തന്നെ ലാംഗ്വേജ് ഫാമിലീസ്, അതായത് നമുക്കിപ്പോൾ മലയാളം, തമിഴ്, കന്നഡയൊക്കെ ഇങ്ങനെ വരുന്ന ഒരു ഫാമിലി, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ ഒരു ഫാമിലി, ഹിന്ദി, പഞ്ചാബി എന്നൊക്കെ പറയുന്ന ഒരു ഫാമിലി, അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ലാംഗ്വേജുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, അത് രൂപപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ മൊഡ്യൂൾ നമുക്ക് വരുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് എന്നൊരു കൺസെപ്റ്റാണ് വരുന്നത്. അത് ഈ ഒരു ഭാഷാ പഠനം എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഡിഫറെന്റ് അപ്രോച്ചസ് ആണ് വരുന്നത്. ലാംഗ്വേജിന്റെ ഡിസ്ക്രിപ്റ്റീവ്, പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകൾ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ലാംഗ്വേജിന്റെ ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന അത്തരം കാര്യങ്ങൾ. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിക്ക് ഗ്രാമർ എന്ന് പറയുന്ന സംവിധാനമാണ്. നമ്മൾ ലാംഗ്വേജ് എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയിട്ടുള്ള ലോസ്, റൂൾസ്, കാര്യങ്ങളൊക്കെ വരുന്ന കൺസെപ്റ്റുകളൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ലിംഗ്വിസ്റ്റിക്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് നമ്മൾ കാണുന്നുണ്ട്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന രീതിയിലൊക്കെ പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സൊസൈറ്റിയും ലാംഗ്വേജും തമ്മിലുള്ള ബന്ധമാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൽ ഉണ്ടാവുക. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് നമുക്കറിയാം, സൈക്കോളജിയും ലാംഗ്വേജും ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ലാംഗ്വേജിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഈ ലിംഗ്വിസ്റ്റിക്സിന്റെ വിവിധ ബ്രാഞ്ചസ്, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷൻസ് എന്നൊരു കൺസെപ്റ്റാണ് വരുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന സെക്ഷൻസ് ഒന്ന് ഫോണറ്റിക്സും ഫോണോളജിയുമാണ്. അതിനകത്ത് നമുക്ക് സൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ സൗണ്ടിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വവ്വൽ സൗണ്ട് അല്ലെങ്കിൽ നമ്മൾ കോൺസണൻസ്, നമ്മൾ സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേർതിരിക്കുന്ന അത്തരം ക്ലാസിഫിക്കേഷൻസ്. പിന്നെ സൗണ്ടിന്റെ പ്രൊഡക്ഷൻ, സൗണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഓർഗൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ടെക്നിക്കാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ മോർഫോളജിക്കകത്ത് നമ്മൾ വേർഡ്സിന്റെയും വേർഡ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് ഈ സിനോണിംസ്, അന്റോണിംസ് അല്ലെങ്കിൽ നമ്മൾ പര്യായങ്ങൾ, വിപരീതങ്ങൾ എന്നൊക്കെ തരത്തിലുള്ള വേർഡ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതുപോലെ തന്നെ വേർഡ് ഫോം ചെയ്യുന്നത്, പുതിയ വേർഡ്സ് രൂപപ്പെടുന്നത് എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾക്ക് പരിചയപ്പെടാനുണ്ടാവുന്നത്. പിന്നെ നമുക്ക് സിൻടാക്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നമുക്ക് ടൈപ്സ് ഓഫ് സെന്റൻസസ്, ഗ്രാമർ ആണ് വരുന്നത്. അതായത് വിവിധ ടൈപ്പ് സെന്റൻസസുകൾ, നമുക്കറിയാം ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്സ് ഓഫ് സെന്റൻസസ്, അതുപോലെ തന്നെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ സെമാൻറ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നമുക്ക് മീനിങ്ങും ചേഞ്ചസ് ടു മീനിങ്ങുമാണ്. വേർഡ്സിന്റെ മീനിങ്, ആ മീനിങ് എങ്ങനെയാണ് ഇങ്ങനെ കാലക്രമേണ മാറി വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് പറയുന്ന ഒരു വാക്കിന്റെ മീനിങ് നമുക്ക് നോക്കാം. അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ നശിപ്പിക്കുന്നുള്ള മീനിങ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ടൂർ അടിച്ചു പൊളിച്ചു അല്ലെങ്കിൽ പ്രോഗ്രാം അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു വേർഡിന് ആദ്യം ഉണ്ടായിരുന്ന മീനിങ് മാറിയിട്ട് കാലക്രമേണ വേറെ മീനിങ് ഉണ്ടാകുന്ന അത്തരം കാര്യങ്ങൾ, അങ്ങനെ തിയറീസ് ഒക്കെയാണ് നമുക്ക് ഈ സെമാൻറ്റിക്സിനകത്ത് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഉണ്ടാവുക. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ട്രെൻഡ്സ് ഇൻ ലിംഗ്വിസ്റ്റിക് റിസർച്ച് ആണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ലിംഗ്വിസ്റ്റിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നു. അതിനകത്ത് തന്നെ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന കൺസെപ്റ്റ് നമുക്ക് തിയറിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് അപ്രോച്ചസ്, അതായത് ലാംഗ്വേജിന്റെ തിയറീസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ അപ്ലൈഡ് മീൻസ് അതിന്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ലാംഗ്വേജും പവറും തമ്മിലുള്ള റിലേഷൻ, ലാംഗ്വേജും ജെൻഡറും തമ്മിലുള്ള റിലേഷൻ, ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ചേഞ്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലിംഗ്വിസ്റ്റിക് റിസർച്ചിന്റെ കൺസെപ്റ്റിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഓൺലി കീ കൺസെപ്റ്റ്സ് ഹാവ് ബീൻ മെൻഷൻഡ്. നമ്മൾ എല്ലാ മൊഡ്യൂളിലെയും എല്ലാ ചാപ്റ്റേഴ്സിലെയും കൺസെപ്റ്റുകൾ ഇവിടെ പറഞ്ഞു പോയിട്ടില്ല. ഓരോ മൊഡ്യൂളിലെയും ഓരോ ചാപ്റ്റേഴ്സിലെയും
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൂടാതെ ഓരോ ചാപ്റ്റേഴ്സിലും മൊഡ്യൂളിലും വേറെയും ചെറിയ ടോപ്പിക്സും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതുവരെയുള്ള സെമിസ്റ്റേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു സെമിസ്റ്റർ ഇതാവാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്റ്റോറി ആയിട്ടോ പോയമായിട്ടോ ഉള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഫിലിം സ്റ്റഡീസിന്റെ ആ ഒരു പേപ്പറിനകത്ത് നമുക്ക് കുറച്ച് സിനിമകൾ പഠിക്കാനുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സ്റ്റോറിയും പോയൊന്നും നമുക്ക് ഈ ഒരു സെമിസ്റ്ററിനകത്തില്ല. അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി കണ്ടുകൊണ്ട് നമ്മളിത് തുടക്കത്തിലെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പോയിരിക്കണം. കാരണം നമുക്ക് മുൻപുള്ള ബാച്ചുകളിലും മുന്നത്തെ സിലബസിലുള്ള ആളുകൾക്കൊക്കെ തന്നെയും ഈ കൺസെപ്റ്റുകൾ വരുന്ന ആ ഒരു സെമിസ്റ്ററും പേപ്പേഴ്സൊക്കെയാണ് അവർക്ക് ടഫായിട്ട് വരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത്തരം ഒരു സിറ്റുവേഷനിലേക്കൊന്നും പോവാതെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സെമിസ്റ്ററിനെ കണക്കാക്കണം. കാരണം അടുത്ത സെമിസ്റ്റർ 6th സെമിസ്റ്റർ ഇതിനെ അപേക്ഷിച്ച് നമുക്ക് ഈസി ആയിരിക്കും. ഇതായിരിക്കും ബേസിക്കലി നമുക്ക് ഇതുവരെയുള്ള എല്ലാ സെമിസ്റ്ററിലും വെച്ചിട്ട് ടഫായിട്ട് തോന്നാവുന്നത്. സോ അതുകൊണ്ട് ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ എക്സാം ആവാൻ കാത്തിരിക്കാതെ പഠിച്ചു തുടങ്ങുക എന്നൊക്കെയാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ലാസ്റ്റ് ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഈ 5th സെമിസ്റ്റർ കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ 3 മേജർ പേപ്പേഴ്സിന്റെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഏത് തിയറി ആണെങ്കിലും അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് റിയൽ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. അതിന്റെ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്താലോ നമുക്ക് ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നമുക്ക് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. പിന്നെ PDF നോട്ട്സ്, നമുക്ക് ഡീറ്റെയിൽഡ് നോട്ട്സും ഷോർട്ട് നോട്ട്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെമിസ്റ്ററിൽ നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള പേപ്പേഴ്സ് ആണ്, തിയറി പേപ്പേഴ്സ് ആണ് എന്നുള്ള കാരണം കൊണ്ട് പാരഗ്രാഫ് essay ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ നമ്മൾ സാധാരണ essay പാരഗ്രാഫ് ആയിട്ട് വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും 2 തരത്തിലുള്ള നോട്ട്സും നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഉടൻ തന്നെ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. Thank you.